CJPയുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഇഷ മറിയം ഹാരിസ് നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ നമുക്ക് ഇഷയിലേക്ക് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചോദിച്ചറിയാം. ഗുഡ് ഈവനിങ് ഇഷ. എന്തായാലും ഈ ഗുഡ് ഈവനിങ്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഈ ഒരു ഡിജിറ്റൽ മുന്നേറ്റം വലിയ തരത്തിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നേറുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ട്രെൻഡ് വലിയ തരത്തിൽ രാജ്യത്തെമ്പാടും ഉണ്ടാകുന്നു. ഇതിന്റെ കേരളത്തിലെ അലയൊലികൾ ഏത് രീതിയിലാണ്? കേരളത്തിലും നമുക്ക് CJPക്ക് ഒരു ഇപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തത് ഞങ്ങൾ മാത്രമല്ല. ശരിക്കും CJPയിലെ കേരളത്തിലുള്ള കമ്മ്യൂണിറ്റി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി. എന്റെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആദ്യമേ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ചെതറിക്കിടക്കുന്ന മറ്റ് കമ്മ്യൂണിറ്റികളെ എല്ലാം ഒറ്റ ഒരെണ്ണമായിട്ട് ഒന്നിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഞങ്ങൾക്കുള്ളത്. അപ്പൊ ഞങ്ങൾ ബാക്കി ചെതറി കിടക്കുന്ന ആൾക്കാരെയും കൂടെ ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരാനാണ് നോക്കുന്നത്. പക്ഷെ ഈ അക്കൗണ്ടുകൾ നാഷണൽ ലെവലിൽ ഹാക്ക് ആവുന്ന പോലെ തന്നെ നമ്മുടേത് ഹാക്ക് ആവുന്നതുകൊണ്ട് നമുക്കൊരു മെയിൻ അക്കൗണ്ട് നമുക്ക് ദിവസങ്ങളായി നമ്മളൊരു മെയിൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പൊ ഒരു മെയിൻ അക്കൗണ്ട് ഉണ്ട് എല്ലാവർക്കും അങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ഈ 100 കണക്കിന് CJP കേരളം അക്കൗണ്ടുകൾ വേണ്ട. പക്ഷെ നമ്മൾ ഓരോ അക്കൗണ്ട് മെയിൻ ആക്കാൻ നോക്കുമ്പോൾ അത് അപ്പൊ സസ്പെൻഡ് ആയി പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു CJP കേരളത്തിന് മെയിൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് കാരണം നമുക്ക് കൂടുതൽ നമ്മളാ സോഷ്യൽ മീഡിയയിൽ കൂടെ യോജിപ്പിച്ചെടുത്ത യൂണിറ്റി ലീഗ് ഉണ്ടാക്കിയ ആ ഒരു സംഭവം അല്ലാതെ നമുക്ക് പുതിയതായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് കേരളത്തിൽ നമ്മൾക്ക് ഈ സെയിം പ്രോബ്ലം ആണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഐഡിയോളജിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരെ നമുക്ക് കുറച്ചുകൂടെ അവർ തമ്മിലൊരു കോൺകോർഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇതാക്കണം. പക്ഷെ നാഷണൽ ലെവലിലെ അക്കൗണ്ടുകൾ കൂട്ടിപ്പോകുമ്പോൾ നമുക്ക് അവിടുന്നുള്ള മെസ്സേജിങ് കട്ടാവുകയാണ്. നമുക്ക് അവിടുന്ന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊരു അൺസർട്ടനിറ്റി വരുന്നത് നമ്മൾ കേരളത്തിലും കുറച്ച് ഒരു ഇതാകുന്നുണ്ട്. ആൾക്കാർക്കിടയിൽ നമ്മുടെ മെമ്പേഴ്സിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഇഷ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു ഡിജിറ്റൽ മുന്നേറ്റം ആണ്. ആ തരത്തിലാണ് ആളുകളെല്ലാം കണക്റ്റ് ആകുന്നതും. പക്ഷേ ഇതിനൊരു സാമൂഹിക സംഘടനയാകുമോ എന്നുള്ളതാണ് ഇനി ഉയർന്ന ചോദ്യം. കാരണം ഇത്ര വലിയ ഒരു ജനസമ്മതി അല്ലെങ്കിൽ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു ഡിജിറ്റൽ മുന്നേറ്റത്തിന്. അപ്പോൾ ഇനി തുടർന്നുള്ള ലക്ഷ്യം അത് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാകുമോ, ഒരു സാമൂഹിക സംഘടനയാകുമോ, അതോ ഒരു സോഷ്യൽ മീഡിയ മുന്നേറ്റം മാത്രമായി തന്നെ ചുരുങ്ങുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്താണ് അതിന് ഉത്തരം പറയാനുള്ളത്? നമുക്കിപ്പോ കേരളത്തിൽ നമുക്ക് ഫിസിക്കൽ പ്രസൻസ് വരുത്താനുള്ള ഇപ്പൊ ക്ലീനപ്പ് ഡ്രൈവ്സ് അല്ലാതെ വേറൊരു ക്യാമ്പയിൻസ് പീസ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് നമുക്ക് അഭിജിത് ദീപ്കയുടെ മെസ്സേജിലേക്ക് പബ്ലിക്കായിട്ട് നമുക്ക് കിട്ടുന്നത് ആരും ഇപ്പൊ പുറത്തിറങ്ങി ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ പോസ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പ്ലാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ മൂവ്മെന്റ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മളിപ്പോ പുറത്തിറങ്ങി ചെയ്യുവാണെങ്കിൽ അതിൽ ആൾക്കാരെ പ്ലാൻ ചെയ്ത് നമ്മളുടേതല്ലാത്ത ആൾക്കാരെ നമ്മളുടേതായി കാണിച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത് വരാൻ സാധ്യതയുണ്ടെന്ന് മുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോ പോസാക്കി വെച്ചിരിക്കുന്നത്. അല്ല, നമുക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളുടെ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ അലമ്പാക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ പ്രധാനമായി ഇവിടെ സംഭവിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചതും അത്തരം ഇടപെടലുകളാണ് എന്നുള്ളതാണ് അഭിജിത് ദീപ്കെ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിനെ ഭയന്നിരിക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ സമാനമായിട്ടുള്ള ഇടപെടലുകൾ തന്നെ ഉണ്ടാകുമോ? നമ്മൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ നമ്മളിങ്ങനെ വോയിസ് റേസ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് ഉറപ്പുണ്ട്. സോ നമ്മൾ ബാക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നില്ല. കോക്രോച്ചസിനെ പോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ആൻഡ് നമ്മുടെ നീറ്റിന്റെ അതിന് പെറ്റീഷന് വെറും മണിക്കൂറുകളുണ്ട്. നമുക്ക് 10 ലക്ഷത്തിൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് ഉള്ളത് നാഷണൽ ലെവലിൽ. അതിൽ 6 ലക്ഷത്തിൽ കൂടുതൽ പേർ സൈൻ ചെയ്ത്, വിച്ച് മീൻസ് ഞങ്ങൾക്ക് പബ്ലിക് സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളെ ആരും ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഞങ്ങൾക്ക് ജനസമ്മതി ഉണ്ട്. ജനസമ്മതി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാവുകയൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ CJPക്ക് സമാനമായിട്ട് മറ്റ് അനേകം സോഷ്യൽ അക്കൗണ്ടുകളും ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അപ്പോൾ ഇതിനൊരു ഏകീകരണം ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇങ്ങനെ
പല ഇതുകൾ ഉള്ളതുകൊണ്ട് നമുക്കൊരു മെയിൻ അക്കൗണ്ട് വേണം. നമ്മൾക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാനും നമുക്ക് ക്രെഡിബിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മെസ്സേജിങ്, പബ്ലിക് മെസ്സേജിങ് ചെയ്യാനായിട്ട് നമുക്കൊരു മെയിൻ അക്കൗണ്ട് വേണം എന്നുള്ള ഇതിൽ ഞങ്ങൾ പലതവണ ദിവസങ്ങളായിട്ട് ഞങ്ങളൊരു മെയിൻ അക്കൗണ്ട് ഈ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓരോ തവണയും സസ്പെൻഡായി പൊക്കോണ്ടിരിക്കുകയാണ് വിത്ത് നോ റീസൺ. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമുക്കിപ്പൊ നോക്കുമ്പോൾ നമുക്ക് CJP കേരളം, CJP എറണാകുളം, അങ്ങനെ ഓരോ ജില്ലയുടെ പേരിൽ തന്നെ 100 കണക്കിന് അക്കൗണ്ടുകളുണ്ട്. ആൻഡ് ഈ അക്കൗണ്ടുകളിൽ പല ആൾക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ളതാണ്. നമ്മൾ ഈ അക്കൗണ്ട് ഒന്നും ഡിലീറ്റ് ആക്കാതെ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളിപ്പോ ഒരു മെയിൻ അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ ഓൾമോസ്റ്റ് ബ്രാൻഡിങ് എല്ലാം സെറ്റ് ആക്കി വരുമ്പോഴത്തേക്കും ആയിരിക്കും അത് സസ്പെൻഡ് ആയി പോകുന്നത്. നമുക്ക് അതുകൊണ്ടാണ് നമുക്കത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. നമുക്കത് ഒരു ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റാത്ത മെയിൻ ഇഷ്യൂ. നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ സ്റ്റേഗ്നന്റ് ആയിട്ട് നിന്ന് പോകുന്നത്. അതിന്റെ റീസൺ അതാണ്. ഈ അക്കൗണ്ടുകൾ തുടങ്ങുന്നു എന്നാൽ അത് പിന്നീട് പൂട്ടി പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നം. ആദ്യം എക്സ് അക്കൗണ്ട് ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഇൻസ്റ്റ അക്കൗണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ അതേപോലെ സമാനമായിട്ടുള്ള പ്രശ്നം വരുന്നു. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടലാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞങ്ങൾക്കിപ്പോ കേരളത്തിലെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഇനി ആരെങ്കിലും റിപ്പോർട്ട് ലൈക്ക് റിപ്പീറ്റഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു അക്കൗണ്ടെങ്കിൽ അതങ്ങനെ പോകുമല്ലോ. അങ്ങനെ റിപ്പോർട്ട് അടിച്ച് ആരെങ്കിലും കളയുന്നതാണോ അതോ ഗവൺമെന്റ് തന്നെ ബാൻ ചെയ്യുന്നതാണോ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷനും വരുന്നില്ല. നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവുമ്പോൾ പ്രത്യേകിച്ച് ക്ലാരിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. ഈ CJPക്ക് പിന്നിൽ ട്രാൻസ്പെറന്റ് അല്ലാത്ത രീതിയിലാണ്. ഓക്കെ. ഇപ്പം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ആരോപിക്കുന്നത് CJPക്ക് പിന്നിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയാണ്, അല്ലെങ്കിൽ ആം ആദ്മിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രതിരോധിക്കുന്നത്? അങ്ങനെ CJPക്ക് പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ടോ? നമ്മുടെ CJP കേരളം എടുക്കുകയാണെങ്കിൽ നമ്മള് എല്ലാ പൊളിറ്റിക്കൽ ഐഡിയോളജീസിനുള്ള ആൾക്കാരുമുണ്ട്. നമ്മളെ ആകെ കണക്ട് ചെയ്യുന്ന മെയിൻ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് യൂത്തിന്റെ പ്രോബ്ലംസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ആയാലും യൂത്ത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ഒരു സംഭവത്തിലാണ് ആൾക്കാർ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. നമ്മളുടെ ഇതിൽ എല്ലാ ഐഡിയോളജീസിലുള്ള ആൾക്കാരും ഉണ്ട്. അല്ലാതെ ഒരു പാർട്ടീന്റെ കൺട്രോളൊന്നും അല്ല ഈ ഇത് വരുന്നത്, ഈ കമ്മ്യൂണിറ്റി ഒന്നും വരുന്നത്. ഇത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു സെൻട്രലൈസ് സ്ട്രക്ചർ ഇതിന് കൊടുക്കാൻ പറ്റിയേ. ഇത് ഓർഗാനിക്കലി വരുന്നതായതുകൊണ്ട് പലതരത്തിലുള്ള ആൾക്കാർ പലതരത്തിലുള്ള ഐഡിയാസ് വെച്ച് വരുന്നതാണ്. ഒരിക്കലും പാർട്ടി ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിറ്റിയൊന്നും. അത് നമ്മളെല്ലാം വളരെ ക്രിട്ടിക്കലി ആണ് ഓരോ കാര്യം അനലൈസ് ചെയ്യുന്നത്. നമുക്കൊരു പിഴവും വരാതിരിക്കാൻ, നമ്മളെ അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയി പോവാതിരിക്കാൻ. കാരണം ഒരു യൂത്ത് എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അത് ഒരിക്കലും മാനിപ്പുലേറ്റഡ് ആയി പോവാതിരിക്കാൻ നമ്മളെല്ലാം ഓരോ മൂവും ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടേ ഓരോ സ്റ്റെപ്സ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട്. ഇപ്പോൾ സംസ്ഥാനങ്ങളിലാണെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള സർക്കാരുണ്ട്. അവരവരുടേതായിട്ടുള്ള പദ്ധതികൾ അവരെപ്പോഴും ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം പറയുന്നത് യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ ലക്ഷ്യമിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സർക്കാരുകളൊക്കെ ഉണ്ടായിട്ടും, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്തരം ഒരു സമാന്തരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം എന്നുള്ളത്, അപ്പോൾ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നുള്ള ഒരു ബോധത്തിൽ തന്നെയാണോ ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായത്? തീർച്ചയായിട്ടും. എനിക്കിപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതൊന്നും ഇപ്പം നമുക്ക് നോർമലൈസ് ചെയ്യാൻ നോർമൽ ആകുന്നു, കോമൺ ആവുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും നോർമലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ ഓപ്പോസിഷൻ പാർട്ടീസിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റുഡന്റ് യൂണിയൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഒട്ടും ആക്സസിബിൾ അല്ലാത്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പാർട്ടിയിലെ പല ആൾക്കാർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഒട്ടും അപ്രോച്ചബിൾ അല്ല. ലൈക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ CJP വന്നതേ അങ്ങനെയല്ലായിരുന്നു. CJP ആർക്ക് വേണമെങ്കിലും തുറന്ന വാതിലുകളുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ഒരു ഇത് വരുന്നത് നമുക്ക്. മറ്റൊരു ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ചയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഈ CJPയുടെ വലിയ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇതിന്റെ ഈ CJPയുടെ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ഇഷ. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ സമാനമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരല്ല കേരളം ഭരിക്കുന്നത്, അപ്പോൾ ഈ കേരളത്തിൽ സമാനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇടപെടുമോ? നിങ്ങൾ ഇതിനെ എതിർക്കുമോ? ഏത് രീതിയിലാകും ആ സമയത്തുള്ള ഇടപെടലൊക്കെ? ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചർച്ചകൾ നടത്തി അതിലൊരു കൺക്ലൂഷൻ എത്തി ഉറപ്പായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും. കാരണം ഇല്ലെങ്കിൽ CJP ഒരു നാഷണൽ ലെവലിൽ മാത്രം മതിയല്ലോ. അതിനൊരു കേരള കമ്മ്യൂണിറ്റി ഉള്ളത് തന്നെ കേരളത്തിലെ ഫോക്കസ് ചെയ്തും കൂടെ കാര്യങ്ങൾ ചെയ്യാനാണ്.